അടിപൊളി കിടിലൻ സാധനം. അടിപൊളി പടം. ആ രാക്ഷസൻ റേഞ്ച് തന്നെ വരും. അടിപൊളി കിടിലൻ സാധനം, കിടിലൻ സാധനം. അതിന്റെ മേലെ പോയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പടം നല്ല അടിപൊളിയായിട്ട് നല്ല വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ഒരു പടം. ട്വിസ്റ്റ് ഹെവി ഒന്നും പറയാനില്ല. ഹെവി പടം, സൂപ്പർ പടമാണ്. സൂപ്പർ പടം എന്ന് വെച്ചാൽ പടം ആദ്യം തൊട്ട് ഭയങ്കരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യും. നമ്മൾ കാണാത്ത ഇതുവരെ ഈ സൈക്കോളജി ത്രില്ലർ രാക്ഷസിന് ശേഷം കുറെ ത്രില്ലേഴ്സ് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ലെവൽ അല്ലാതെ വേറൊരു രീതിയിൽ പടം തുടങ്ങി അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ച് അവിടെ ഒരു ട്വിസ്റ്റ് വെച്ച് ഒന്നും പറയാനില്ല. നൈസ് പടം, ഒന്നുമില്ല, ലാഗില്ല, മെസ്സേജ് നൈസ് പടമാണ്. നൈസ് പടമാണ്. എന്തോ പക്ക ഇൻവെസ്റ്റിഗേഷൻ, പക്ക സൈക്കോളജിക്കൽ, പക്ക ത്രില്ലർ, നൈസ് പടം. അടിപൊളിയാണ്. അത് ത്രില്ലർ, ഒരു വെറൈറ്റി ത്രില്ലറാണ് മൂവി. അതായത് എപ്പോഴും നമ്മൾ എല്ലാ മൂവീസിലും കാണുന്ന പോലത്തെ ഒരു ത്രില്ലറല്ല, ഇതൊരു വെറൈറ്റിയാണ്. കൊള്ളാം എന്തായാലും. പിന്നെ ശെൽവരാഘവൻ സാറായാലും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു വിശാലായാലും സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്. നമ്മൾ സീറ്റിന്റെ എഡ്ജിൽ ഇരിക്കുള്ളൂ. ത്രില്ലിംഗ് ആണ്. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇതൊരു വേറെ സ്റ്റോറിയാണ്. അതെ, ഒരു സൈക്കോപാത്താണ്. പക്ഷെ ലാസ്റ്റ് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ഉണ്ട്. കൊള്ളാം എന്തായാലും, മസ്റ്റ് വാച്ച്. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാക്ഷസനാണ് സൂപ്പർ. ബട്ട് ഇതൊരു വെറൈറ്റി ത്രില്ലർ. നമ്മളെപ്പോഴും ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഇപ്പൊ, പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ആ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. രാക്ഷസനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയാം. രാക്ഷസനാണെങ്കിൽ രാക്ഷസൻ എന്റെ ഫേവറേറ്റ്, ബട്ട് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ ത്രില്ലിംഗ് ആയിരുന്നു, ഓവറോൾ കൊള്ളായിരുന്നു. അടിപൊളി. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ഇതായി പോകട്ടെ, ലൈക്ക് കാണേണ്ട മൂവിയാ. ഇല്ല, അങ്ങനെ വിറപ്പിക്കുന്ന സൈക്കോ എന്ന് പറയാൻ പറ്റൂല. കണ്ടു തന്നെ മനസ്സിലാക്കുന്ന സിനിമ. കൊള്ളാം.